പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടും കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകുന്നില്ല, ഇങ്ങനെയുള്ള ചിന്തയിലൊക്കെ ആയിരുന്നുകൊണ്ട് നിരാശപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് നിൻ്റേത്. അങ്ങനെയാണെങ്കിൽ നിൻ്റെ ചിന്താഗതി തെറ്റാണ്. കർത്താവിനെക്കുറിച്ച് നീ വിലയിരുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവിനെക്കുറിച്ച് നീ മനസ്സിലാക്കിയിരിക്കുന്ന വിധം അത് തെറ്റാണ്. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അവിടുന്ന് ഇടപെടുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് അറിയാമോ? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു വിധമുണ്ട്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലി എന്താണെന്നും അത് ഏത് വിധത്തിലാണെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാത്തതുകൊണ്ടല്ല, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം എടുത്തു നോക്കി. കർത്താവ് പറയുന്നു, അവിടെ ജീവനുണ്ടാകുന്നു. പക്ഷേ ഇതുപോലെയല്ല കർത്താവ് മറ്റവസരങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം എടുത്തു നോക്കുക. അവിടെ കർത്താവ് ജനത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇടിയും മിന്നലുമായിട്ട് വലിയ ആരവത്തോടെയാണ് കർത്താവ് ജനത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. സങ്കീർത്തനൻ്റെ പുസ്തകം 29-ാം അധ്യായം കർത്താവിൻ്റെ അതിശക്തമായിട്ടുള്ള ശബ്ദത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇതുപോലെയല്ല 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 11 തൊട്ട് 13 വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അവിടെ വലിയ ആരവത്തിലും കൊടുങ്കാറ്റിലും ഇടിമിന്നലിലും വലിയ ശബ്ദത്തിലോ വലിയ ആരവത്തിലോ ഒന്നും അല്ല കർത്താവ് വരുന്നത്. പിന്നെ എങ്ങനെയാണ് കർത്താവ് വരുന്നത്? ഒരു മൃദു ശബ്ദത്തിൽ. അപ്പോൾ ബൈബിളിൽ ഉടനീളം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, മനുഷ്യർ പ്രതീക്ഷിക്കുന്ന പോലെയോ അല്ലെങ്കിൽ മനുഷ്യർ വിചാരിക്കുന്ന വിധത്തിലൊന്നും അല്ല കർത്താവ് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. കർത്താവിന് കർത്താവിൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട്. കർത്താവിൻ്റെ പദ്ധതികളും കർത്താവിൻ്റെ രീതികളും ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായിരിക്കും. അത് നമ്മുടെ ജീവിതത്തിലും വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടങ്ങളിലും വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രത്യേക വിധത്തിലോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക വിധത്തിലോ അങ്ങനെയൊന്നും ആയിരിക്കില്ല ദൈവം ഇടപെടുന്നത്. ഒരുപക്ഷെ നമുക്കത് എങ്ങനെയാണ്, ഏത് വിധത്തിലാണെന്ന് മനസ്സിലാക്കാൻ പോലും സാധിച്ചെന്ന് വരില്ല. എന്നും വിചാരിച്ച് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നിരാശപ്പെടരുത്. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, പ്രഭാതം സുനിശ്ചിതമെന്നതുപോലെ നിനക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ പദ്ധതികളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ മാനുഷികമായിട്ടുള്ള അറിവ് പോരാ, ദൈവത്തിൻ്റെ ജ്ഞാനം വേണം. കർത്താവിൻ്റെ ആ ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവികമായിട്ടുള്ള ഇടപെടലുകളെ തിരിച്ചറിയാനും അത് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ എപ്പോഴും ദൈവിക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. കാരണം ഈ ജ്ഞാനം നമ്മുടെ പല സംശയങ്ങൾക്കും പല ചോദ്യങ്ങൾക്കും ഉത്തരമാണ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവിക പദ്ധതികൾ, ദൈവിക ഇടപെടലുകൾ മനസ്സിലാക്കാനുള്ള വലിയൊരു ജ്ഞാനത്തിന് വേണ്ടി ഇപ്പം പ്രത്യേകം പ്രാർത്ഥിക്കുക. അതിനായിട്ട് ഒരു ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കുക.